മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഈ ചുരിദാറിന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 14ാമത്തെ പാർട്ട് 3 ആയി സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോ ലൈനിങ് തുണിയും നല്ല തുണിയും വെച്ച് അരികത്തോടു കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അരികത്തോടു കൂടി അങ്ങനെ ഫ്രണ്ടും ചെയ്തു. അതുപോലെ തന്നെ ബാക്ക് ഭാഗവും ഇതേപോലെ തന്നെ ഞാൻ അരികത്തോടു കൂടി സ്റ്റിച്ച് ചെയ്തു. സ്ലീവും ഞാൻ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ആദ്യം ചെയ്യാൻ പോകുന്ന വെച്ചാല് ഫ്രണ്ട് പാർട്ടിലെ ഈ ആം ഹോളിന്റെ അവിടെയുള്ള ഡാട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ ഫ്രണ്ട് പാർട്ടില് ഇവിടെ സെന്ററിൽ ഞാൻ ഡാട്ട് കൊടുക്കുന്നില്ല, ആകെ കൂടി ആം ഹോളിന്റെ അവിടെ മാത്രമാണ് കൊടുക്കുന്നത്. അത് ഞാൻ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അതിനു വേണ്ടി ഇവിടെയാണല്ലോ നമ്മൾ കൊടുത്തേക്കുന്നത്. ഇതിങ്ങനെ സെന്റർ വരത്തക്ക രീതിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ കണ്ട് പിടിക്കുക. കണ്ടില്ലേ? ഈ അറ്റം ഉണ്ടല്ലോ, ഈ അറ്റം ഇപ്പോഴും കറക്റ്റ് ആയിട്ട് വേണം ഇരിക്കാനായിട്ട്, ഒപ്പത്തിനൊപ്പം വേണം ഇരിക്കേണ്ട. ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ നേരെ ആക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണ ആ അറ്റം എപ്പോഴും കറക്റ്റ് ആയിട്ട് ഇരിക്കണം. എന്നിട്ട് ഇവിടെയാണല്ലോ പോയിന്റ് വരുന്നത്. അപ്പൊ ലൈനിങ് തുണി ഇട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കണം, ലൈനിങ് തുണിയും നല്ല തുണിയും തമ്മില് എന്താ പറയാ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പൊന്തിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തള്ളി കൊടുക്കുക. അപ്പൊ ലൈനിങ് തുണിയും നല്ല തുണിയും ഒപ്പത്തിനൊപ്പം നിൽക്കും. എന്നിട്ട് ഈ സ്റ്റിച്ച് ചെയ്ത് കണ്ടില്ലേ, വരച്ചേക്കണ്ടില്ലേ, ഈ വരയുമ്പോ കോഡ് ഇങ്ങനെ ചെരിച്ച് ഈ പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്യാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മള് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എടുക്കണം. അവിടെ നിർത്തരുത്, പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത്. പുറത്തേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു. എന്നിട്ട് നീട്ടിയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. വേണമെങ്കിൽ ഒന്നും കൂടി അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നില്ല. കണ്ടോ, ഇപ്പൊ കാട്ടിത്തരാം. കണ്ടാ, ഇവിടെ കറക്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. ആ ഒരു രീതിയിൽ തന്നെ ഇപ്പുറത്തെ സൈഡും രണ്ട് ആം ഹോളിന്റെ അവിടെ ഫ്രണ്ട് ഭാഗത്തുണ്ടല്ലോ പോലത്തെ ഇപ്പുറത്തെ സൈഡും നമുക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ടില്ല, അങ്ങനെ ഫ്രണ്ടില് രണ്ട് ഭാഗത്തും ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതിങ്ങനെ ഡിസൈൻ ഉള്ളതായതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് അറിയണില്ല. ഇവിടെ ഇങ്ങനെയും വരും, ഇവിടെ ഇങ്ങനെയും വരും. കണ്ടില്ലേ? പറഞ്ഞല്ലേ, ഫ്രണ്ടില് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അടിക്കുന്നവരുണ്ട്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അടിക്കാം. ഞാനിപ്പോ ഫ്രണ്ടില് ഞാൻ ഈ ആം ഹോളിന്റെ അവിടെ മാത്രം കൊടുക്കുന്നുള്ളൂ. ബാക്ക് ഭാഗത്താണ് ഞാൻ സെന്ററില് ഡാട്ട് അടിക്കുന്നത്. അതെങ്ങനെയാന്ന് കാട്ടിത്തരാം. അത് ഓരോരുത്തരും ഇഷ്ടം പോലെ എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാം. ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ടില് സെന്ററിൽ ഞാൻ കൊടുത്തേക്കണില്ലേ, അത് ഇതേപോലെ തന്നെ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഇപ്പുറത്ത് ഇതുപോലെ തന്നെ സ്റ്റിച്ച് കൊടുക്കാം. നല്ല വൃത്തിയിൽ നമുക്ക് രണ്ട് സ്ഥലത്തും കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നല്ല വശം എടുക്കുക. നല്ല വശത്ത് ഇതാണ് നമ്മുടെ സെന്റർ. ഇവിടെയാണ് സെന്റർ വരുന്നത്. ഈ നല്ല വശത്ത് വേണം നമ്മള് നെക്ക് ഫിറ്റ് ചെയ്യാനായിട്ട്. കറക്റ്റ് സെന്റർ ആയിട്ട് തന്നെ ഒപ്പത്തിനൊപ്പം വെക്കുക. എന്നിട്ട് നമുക്ക് രണ്ട് സൈഡിലും ഓരോ പിൻ കുത്തി കൊടുക്കാം. ഞാനിപ്പോ രണ്ട് സൈഡിലും ഓരോ പിൻ കുത്തി കൊടുത്തു. അതുപോലെ തന്നെ താഴ്ഭാഗത്തും കുത്തി കൊടുക്കാണ്. പേപ്പർ ക്യാൻവാസ് ഇല്ല, അതൊന്നും കൊള്ളാണ്ട് ഈ സൈഡിൽ കൂടെ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും പതുക്കെ വേണം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കൊരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ നെക്ക് ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ ചെരിച്ച് ഈ പേപ്പർ ഷീറ്റിൽ കൊള്ളാത്ത രീതിയിൽ നമുക്കിങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യാം. എന്നിട്ട് അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു. ഈ അരിക് നമ്മള് ഇങ്ങനെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അത് വിട്ടുപോയി. നമുക്ക് അത് ആദ്യം ചെയ്യാം.
ഇതാണ് സെന്റർ. ഇതിന്റെയും സെന്റർ നല്ല തുണിയുടെ നല്ല വശമാണ്. നല്ല വശത്ത് ഈ സെന്റർ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമുക്ക് പിൻകുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഈ കൊടുത്തേക്കണതിന്റെ അരികത്തോടു കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കിത് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അവിടെയായിട്ട് ചെറിയൊരു കട്ടിങ് കൊടുക്കാം. ഈ കോർണറിൽ എത്തുമ്പോൾ നമ്മൾ സ്റ്റിച്ചുമ്പോൾ കൊള്ളാത്ത രീതിയിൽ ചേർത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ആക്കി ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യുക. എപ്പോഴും ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടും അയൺ ചെയ്യുന്നത് തന്നെയാണ് എന്തുകൊണ്ട് വൃത്തി. നിങ്ങൾ ഒരു തവണയെങ്കിലും അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് അയൺ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതും അയൺ ചെയ്യാണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതുമുള്ള ഡിഫറൻസ് എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. എല്ലാവരും ഒരു തവണയെങ്കിലും അയൺ ചെയ്ത് നോക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തല്ലോ. ഇപ്പുറത്തേക്ക് എടുത്തിട്ട് നമ്മുടെ ഈ ഭാഗില്ലേ, ഇത് ഇങ്ങനെ നേരെ വരത്തക്ക രീതിയിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഈ ലൈനിങ് തുണിമ കൂടെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. അരികെ ചേർത്ത് നമ്മൾ നല്ല തുണിമ കൊള്ളാൻ പാടില്ല. നമ്മൾ നെക്കിന് വേണ്ടി എടുത്തന്നെ ലൈനിങ് തുണിമ കൂടെ അരികത്തോടു കൂടി സ്റ്റിച്ച് ചെയ്യാം. കറക്റ്റ് ആ കോർണറിൽ നമ്മൾ കുത്തി നിർത്തിയിട്ട് പതുക്കെ ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് ഇതും ഇതേപോലെ തന്നെ ഇപ്പൊ ബാക്ക് പാർട്ടാണ്, കണ്ടില്ലേ? നല്ല വശമാണ് ബാക്ക് പാർട്ടിലെ നല്ല വശം. അതുപോലെ തന്നെ ഇത് ഫ്രണ്ട് പാർട്ടാണ്. ഫ്രണ്ട് പാർട്ടിലെ നല്ല വശം എടുക്കാം. എന്നിട്ട് ഈ നല്ല വശവും ഒരുമിച്ച് ഇങ്ങനെ വെക്കുക. മനസ്സിലായില്ലേ? അതായത് ഇത് നല്ല വശമാണ്, ഇത് നല്ല വശമാണ്. നല്ല വശവും ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വെക്കുക. കണ്ടില്ലേ? വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ 1/2 ഇഞ്ച് വിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1/2 ഇഞ്ചാണ് ഷോൾഡർ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നത്. അപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു പിൻ കുത്തി കൊടുക്കാണ്. ഇപ്പുറത്തും ഇങ്ങനെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെച്ചു, ഒരു പിൻ കുത്തി കൊടുത്തു. ഇങ്ങനെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി എന്നിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാണ്. ഇപ്പൊ നമ്മൾ ഈ 2 സ്ഥലത്തും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തു. നമുക്കിത് പതുക്കെ ഇങ്ങനെ നിവർത്താം. കണ്ടാ? പതുക്കെ ഇങ്ങനെ നിവർത്തി നോക്കുമ്പോ കണ്ടാ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയേക്കണ കണ്ടാ എഡ്ജ് കറക്റ്റ് ആയിട്ട് നോക്കി ഒരേ ലെവലൊക്കെ തന്നെ വന്നേക്കണ കണ്ടാ ഈ രീതിയിലാണ് കിട്ടി. ഒന്നെങ്കിൽ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഹെമ്മിങ് ചെയ്യാം. ഇത് ചുരിദാറിന്റെ ഫ്രണ്ട് വശമാണ്. അപ്പൊ നമ്മള് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. സ്ലീവിന്റെ കുഴിച്ചു വെട്ടേക്കണ ഭാഗത്താണ് ഞാൻ ഒരു അരമാർക്ക് എന്ന രീതിയിൽ ഇട്ടേക്കുന്നത്. അപ്പൊ നമുക്കത് ഫ്രണ്ട് ഭാഗത്ത് വരണത് ഏതാണെന്ന് നോക്കാം. ഇതാണ് കുഴിച്ചു വെട്ടേക്കണ ഭാഗം. നോക്കിയേ, ഇങ്ങനെ വെച്ച് നോക്കിയേ, ഇതാണ് കുഴിച്ചു വെട്ടേക്കണ ഭാഗം. ഇത് ഫ്രണ്ടിൽ വരണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ സെന്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പൊ നമ്മള് നല്ല വശവും തമ്മില് സെന്റർ കറക്റ്റ് ആക്കി ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചു നോക്കാം നമ്മള് കട്ട് ചെയ്തേക്കുന്നത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. ഇതിപ്പോ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യാം. ഇതിന്റെ സെന്ററുകൾ തമ്മിൽ ഒപ്പത്തിനൊപ്പം വെച്ച് എപ്പോഴും സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ സെന്റർ മുതൽ വേണം നമ്മൾ അറ്റാച്ച് ചെയ്യാനായിട്ട്. സ്ലീവിന്റെ അവിടെ നമ്മൾ 1/2 ഇഞ്ച് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. നമ്മൾ എല്ലാവരുടെയും 1/2 ഇഞ്ച് എന്ന രീതിയിൽ അടയാളപ്പെടുത്തി സെന്റർ തമ്മിൽ ഇങ്ങനെ കൂട്ടി വെച്ചു. എപ്പോഴും സ്ലീവ് സെന്ററിൽ നിന്ന് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. ഇപ്പൊ തുടക്കക്കാരെ ഇപ്പോഴും 1/2 ഇഞ്ച് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നു. നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ റൊട്ടേറ്റ് ചെയ്തിട്ട്
നമുക്ക് ഇവിടുന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണല്ലോ. ഇവിടുന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്താലും മതി. ബാക്ക് സൈഡിൽ ഇവിടെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വന്നേക്കുന്നത് കണ്ടില്ലേ? ഇത് നമുക്ക് ബാക്കിൽ നമ്മൾ ടക്ക് കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ്. ബാക്കിൽ ആം ഹോളിന്റെ അവിടെ നമ്മൾ ഡാട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് 1/2 ഇഞ്ച് വന്നത്. കാരണം നമ്മൾ 1/2 ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ എടുത്താണ് നമ്മൾ ബാക്ക് കട്ട് ചെയ്തത്. അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കിൽ കറക്റ്റ് ആയിട്ട് തന്നെ ആം ഹോളിന്റെ അവിടെ അളവെടുത്ത് എങ്ങനെ കട്ട് ചെയ്യണേ എന്നുള്ളത് കാട്ടിത്തരാം. ഇതിപ്പോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് തന്നെയാണ്. ഇവിടെ ഒരു 1/2 ഇഞ്ച് സ്പേസ് വന്നു എന്ന് വെച്ചുകൊണ്ട് കട്ട് ചെയ്ത് തെറ്റിയെന്ന് ആരും വിചാരിക്കരുത്. നമ്മൾ ഇവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ ഇങ്ങനെ സൈഡിൽ ഇത് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് സെന്ററിൽ കുത്തി നിർത്താം. നല്ല കറക്റ്റ് ആയിട്ട് വൃത്തിയിൽ നമുക്ക് കിട്ടിയേക്കണം കണ്ട. ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഇനി സൈഡ് കൂട്ടാം. ഇങ്ങനെ നമ്മൾ സ്ലിറ്റിന്റെ അവിടെ നമുക്ക് 2-3 സ്റ്റിച്ച് എക്സ്ട്രാ കൂടുതൽ കൊടുക്കണം. നമുക്കിത് കട്ട് ചെയ്യാം. അതുപോലെ നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്ക് ഈ സൈഡ് കൂട്ടുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ തൊട്ട് മുൻപത്തെ വീഡിയോ, അത് A-ലൈൻ വീഡിയോ ആണ്, എന്നാലും ജസ്റ്റ് ഒന്ന് അതിന്റെ സൈഡ് കൂട്ടുന്നത് എങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ക്ലിയർ ആവും. ഇല്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറയുകയാണെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ എന്ന രീതിയിൽ കാട്ടിത്തരാം. അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ നമ്മൾ സ്ലിറ്റ് വരെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് താഴേക്ക് നമ്മൾ 1 ഇഞ്ചാണല്ലോ നമ്മൾ ഇവിടെ മടക്കിയടിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തേക്കുന്നത്. അത് ആദ്യം ഒരു മടക്കും, അത് കഴിഞ്ഞിട്ട് അടുത്ത മടക്ക് അല്ലേ, അങ്ങനെയാണ് നമ്മൾ സ്ലിറ്റ് അടിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടി 1 ഇഞ്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടയാളപ്പെടുത്തി വെച്ചു. വേണമെന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാൻ വേണ്ടി 1 ഇഞ്ച് അടയാളപ്പെടുത്തി. അടിഭാഗത്ത് നിന്നാണ് മടക്കുന്നത്. ഇവിടെ നമ്മൾ 1 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടത് കാട്ടിത്തരാം. കണ്ട 1 ഇഞ്ച്. അപ്പൊ ആദ്യം നമ്മൾ ഒരു മടക്ക് മടക്കി, അത് കഴിഞ്ഞിട്ട് അടുത്ത മടക്ക് മടക്കി. കണ്ടി താഴേന്ന് മുകളിലേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മളിത് ഇവിടെയാണ് നമ്മളുടെ സ്റ്റിച്ച് വന്ന് അവസാനിക്കുന്നത്. നമ്മൾ എവിടത്തോളം വരെയാണോ നമ്മൾ സ്റ്റിച്ച് മേലേന്ന് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അവിടത്തോളം വരെ ആദ്യം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇവിടുന്ന് ഇങ്ങനെ വെക്കുക. കാണിക്കട്ടെ, ഇവിടെയാണല്ലോ സ്റ്റിച്ച് അവസാനിക്കുന്നത്. അവിടുന്ന് 2 പോയിന്റ് മേലേക്ക് സ്റ്റിച്ച് കുത്തി നിർത്താം. മേലേക്ക് കുത്തി നിർത്തി പതുക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. എന്നിട്ട് ഇപ്പുറത്ത് ഇതേപോലെ തന്നെ ഇങ്ങനെ മടക്കുക. കണ്ടില്ലേ? മടക്കിയിട്ട് ഇനി നേരെ ഇപ്പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ കുത്തി നിർത്താം. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരാം. നമുക്ക് ഈ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കണ കണ്ടില്ലേ? അതുപോലെ ഇപ്പുറത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് കൂടി സ്റ്റിച്ച് ചെയ്യാം. ഇത് നമ്മൾ താഴേന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് വരാണ്. ആദ്യം ഒരു മടക്ക് മടക്കി, അത് കഴിഞ്ഞ് രണ്ടാമതൊരു മടക്ക് മടക്കി. അങ്ങനെ നമ്മള് 2 സൈഡും നമ്മള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടാ?
രണ്ട് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി അടിവശം സ്റ്റിച്ച് ചെയ്യണം. അടിവശം നമ്മൾ ടേബിളിൽ നിവർത്തിയിട്ടിട്ട് അടിവശം കറക്റ്റ് ആണോ ഒപ്പത്തിനൊപ്പമാണോ എന്ന് ജസ്റ്റ് ഒന്ന് ടേബിളിൽ നിവർത്തിയിട്ട് നോക്കാം. എന്തെങ്കിലും ചെറിയൊരു വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യാം. നമുക്ക് അടിവശം സ്റ്റിച്ച് ചെയ്യാം. അടിവശം നമ്മൾ 1 ഇഞ്ച് തന്നെയാണ് മടക്കി അടിക്കാൻ വേണ്ടി നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നത്. അത് നമ്മൾ ആദ്യം ഇങ്ങനെ മടക്കാം. നെക്കിന്റെ അവിടെ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഓരോ സ്റ്റിച്ച് കൊടുക്കാം. ഇപ്പൊ ഹെമ്മിങ് ചെയ്യാൻ ഇപ്പൊ ഇതിൽ നേരില്ലാത്തത് കൊണ്ടാണ് അടുത്ത വീഡിയോയിൽ ഹെമ്മിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാട്ടിത്തരാം. നമുക്ക് ഇതിന്റെ അടിവശം കൂടിയും ഓരോ സ്റ്റിച്ച് കൊടുക്കാം. അടിയിൽ ഓരോ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ വല്ല ചുളിവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കാണിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.